ഞാൻ പറഞ്ഞു നിന്നോട് വഴക്കിടാനല്ല ഇവനെ കാണാനാ വന്നതെന്ന്. എന്തിനവനെ കാണണം? ഇവൻ ആരാ നിങ്ങളുടെ? ജീവനോടെ ഇരിക്കപ്പിണ്ടം വെച്ച് നിങ്ങളുടെ മനസ്സിൽ ഇവനെ കൊന്നു കളഞ്ഞില്ലേ? എമേ പ്ലീസ്, വീണ്ടും വീണ്ടും അത് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. സംഭവിച്ചതിന് ഞാൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞല്ലോ. സ്വന്തം മോന്റെ മനസ്സ് കീറി മുറിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്തിനാ? എന്റെ ഒരാളിന്റെ പ്രാർത്ഥന കൊണ്ടാ എന്റെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അരവിന്ദേ, അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പ്രായച്ചിത്തം. അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ യവന്റെ കൂടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുത്തിട്ട് വേണം പ്രായച്ചിത്തം ചെയ്യാൻ. പറ്റുമോ? പറ്റുമോന്ന്? എന്താ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? പ്രായശ്ചിത്തം ചെയ്യുന്നത് ഇവന് നല്ലത് വരാൻ വേണ്ടിയാവണം. നീ പറയുന്ന പോലെ ചെയ്താ നശിക്കാൻ പോകുന്നത് ഇവന്റെ ജീവിതവും നമ്മുടെ കുടുംബവും. അരവിന്ദേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വേദനയുണ്ട്. നിനക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ തകർന്നത് എന്റെ മനസ്സാണ്. ഒരു മനസ്സ് നിന്ന് വാചക കസരത്ത് നടത്താതെ ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. കാലിന് വേദന ഉണ്ട്. ശല്യപ്പെടുത്തായിരുന്നു നല്ലതാ. അച്ഛാ, അവനൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ. എന്റെ കണ്ണീര ഞാൻ നിന്നോട് ചെയ്തതിനുള്ള പ്രായശ്ചിത്തം. എടാ, നീ അയാള് പറയുന്നൊന്നും വിശ്വസിക്കണ്ട. ചതിയനാ. സ്വന്തം കാര്യം നേടിയെടുക്കാൻ എന്ത് ചെയ്യും? ഹലോ, ഓക്കെ, എത്തിയോ? ഇതാ വരുന്നു. താങ്ക്സ്. എന്താ മോളെ ഇത്? ഞാനൊരു 3 ഐറ്റം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വന്നതാ. മോളെ, നീ പറഞ്ഞിട്ട് ഞാൻ ഡെയിമിംഗ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫ്രൈയും ഉണ്ട്. പിന്നെന്തിനാ വേറെ ഫുഡ് ഓർഡർ ചെയ്തത്? എല്ലാം കൂടെ തിന്നു തീർത്തേക്കണം കേട്ടോ. അതിന് ഫുഡ് എനിക്കല്ലല്ലോ മമ്മി. പിന്നെ എന്റെ പാവം വുഡ് ബി ആക്സിഡന്റ് ആയി കിടക്കുമല്ലേ. ആന്റിബയോട്ടിക് മെഡിസിനും വീഴ്ചയുടെ ആഘാതമൊക്കെ കാരണം ഭയങ്കര ക്ഷീണം കാണും പാവത്തിന്. ആ, അരവിന്ദനുള്ളത്. എന്താ മോളെ പെട്ടെന്നൊരു സ്നേഹവും കെയറിങ്ങും? നീ തന്നെയല്ലേ അവനെ ഇങ്ങനെ ആക്കിയത്? സ്നേഹവും കെയറിംഗ് ഒക്കെ ഒരു ഷോയാ മമ്മി. അവന്റെ അച്ഛനും അമ്മയും ആകാശും ചാരും ഒക്കെ കാണാനുള്ള വെറും ഷോ. കൂട്ടത്തിലെ ബാലമാഷ്ക്ക് ഒരടിയും. അതിന് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് എന്തിനാ? ഇത് വെറും ഫുഡല്ല മമ്മി,
പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെയുള്ള പനീർ റോൾ, എഗ് സാൻഡ്വിച്ച്, വീറ്റ് ബ്രെഡ്, പിന്നെ ഫ്രൂട്ട് ബോൾ. സ്പെഷ്യലാ, അരവിന്ദന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. നീ ഉണ്ടാക്കിയതോ? ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഓർഡർ ചെയ്ത് വരുത്തിയതാണെന്ന് മമ്മിക്കും എനിക്ക് മാത്രമേ അറിയൂ. അവിടെ ചെല്ലുമ്പോ ഇതിന്റെ രൂപം മാറും. കവറും കണ്ടെയ്നറും മാറി ഫുഡ് കാരിയർ ആവും. ഫുഡ് കാരിയറിൽ കൊണ്ട് ചെല്ലുമ്പോ അവർക്ക് തോന്നും ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. അങ്ങനെ ഞാൻ തട്ടിവിടും. ഹേമാൻഡിക്കും അരവിന്ദനും അശ്വതി ചേച്ചിക്കൊക്കെ സന്തോഷാവും. ഞാനാണ് അരവിന്ദൻ ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് ആകാശനും ചാരുവിനും സംശയമുണ്ട്. അവര് അവിടെ വിളിച്ചു പറഞ്ഞ ആരും വിശ്വസിക്കരുതല്ലോ. അത് മാത്രമല്ല, മാഷ് പിണ്ടം വെച്ചതിന്റെ കുറ്റബോധത്തിൽ നടക്കുക. അരവിന്ദന്റെ കാൽക്കൽ വീണ് ചിലപ്പോ മാപ്പ് പറയും. മണ്ടനായ അരവിന്ദ് അയാള് ചിലപ്പോ വിശ്വസിക്കും. അങ്ങനെ വന്ന എനിക്ക് റിസ്ക് കൂടും. മാഷിനെ ആരും അടുപ്പിക്കരുത്. അയാൾ ഒറ്റപ്പെടണം. ആ ഒരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. സമ്മതിച്ചു നിന്നെ. ആട്ടെ, എപ്പോഴാ പോന്നെ? ഇപ്പൊ തന്നെ. ദാ മമ്മി ഇതൊന്ന് ഫുഡ് കാരിയറിലാക്കിത്ത. അപ്പോഴേക്ക് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ശരി മോളെ. ആ മമ്മി. എന്താ മോളെ? ആ, ഞാൻ എപ്പോ മമ്മിയെ മിസ് കോൾ ചെയ്യുന്നോ അപ്പൊ തന്നെ എന്നെ തിരിച്ചു വിളിച്ചോളണം. എന്തിനാ മോളെ? അതൊക്കെ വന്നിട്ട് പറയാം മമ്മി.